everyone, welcome to Delicious Recipes. ഇന്ന് നമുക്ക് ഒരു അടിപൊളി മീൻ കറി തയ്യാറാക്കിയാലോ. നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു മീൻ കറിയാണിത്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണിത്. സാധാരണ ചെയ്യുന്നതിൽ നിന്നും കുറച്ചൊന്ന് വ്യത്യസ്തമായിട്ടാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇതിനു വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കണം. ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 2 ചെറിയ ഉള്ളിയും 4 വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 3/2 ടീസ്പൂൺ മുളക് പൊടിയുമാണ് ഞാൻ ചേർക്കുന്നത്. ഇത് സാദാ മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെയൊക്കെ അളവിൽ മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് മൺചട്ടിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ തയ്യാറാക്കിയെടുത്ത അരപ്പ് നമുക്ക് ഈ മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചട്ടിയിൽ ഞാൻ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതുകൂടി നമുക്ക് ഈ മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഈ അരപ്പൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ കുടംപുളിയാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഒരു 10 മിനിറ്റ് മുമ്പ് കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിനുള്ള ഉപ്പും 2 പച്ചമുളക് കീറിയതും ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ചാറ് ആവശ്യമുണ്ട് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ അരപ്പൊന്ന് തിളപ്പിച്ചെടുക്കണം. അരപ്പിപ്പോൾ നന്നായിട്ട് ഇവിടെ തിളച്ച് വരുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കേരയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വേണമെങ്കിലും ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1/2 കിലോ മീനാണ് എടുത്തിട്ടുള്ളത്. കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഓരോ കഷ്ണങ്ങളായിട്ട് ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി സ്പൂൺ കൊണ്ടൊന്നും ഇളക്കരുത്. ഇതുപോലെ ഒന്ന് മൺചട്ടി ചുറ്റിച്ചു കൊടുത്താൽ മതിയാകും. എന്നിട്ട് അടച്ചു വെച്ചിട്ട് തീ കൂട്ടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. കറി നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചാൽ മതിയാകും. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. മീൻ കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മൺചട്ടി ചുറ്റിച്ചു കൊടുക്കാം. സ്പൂൺ കൊണ്ടൊന്നും ഇളക്കരുത്, മീൻ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോകും. ചാറൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ചേർക്കണം. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ഒരു 4 ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തത് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനൊരു അല്പസമയം ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളതാണ്. കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്